ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ ബ്രൈഡൽ ഹെന്ന കോഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ ബ്രൈഡൽ ഹെന്ന ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെയാണ് ഓരോ ഗ്രിഡ്സും കൊടുത്തിട്ട് നമ്മൾ ബ്രൈഡൽ ഹെന്ന ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ പോർഷൻസും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാലും കൂടെ ഒന്നുകൂടെ പറയാം. നമ്മളിതാ ബോർഡർ കൊടുത്തു, പിന്നെ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രിഡ് കൊടുത്തു, നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തു, പിന്നെ പഠിച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് അത് കൊടുത്ത്, അതേപോലെ വീണ്ടും സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഒരു ഗ്രിഡ് കൊടുത്തിട്ട് ഹംസും ഫ്രിൽസും കൊടുത്തു, ലൈൻ കൊടുത്ത് അതിൽ ഡോട്ട് കൊടുത്തു, അതേപോലെ ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് വൈൻസ് കൊടുത്തു. അങ്ങനെ ബാക്കിയുള്ള പോർഷൻസ് ഫ്ലോറൽ ഗ്രിഡും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഗ്രിഡും കൊടുത്തിട്ട് അങ്ങനെ ഈ ഒരു ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമ്മളൊരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഡിസൈൻസ് വരയ്ക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചർ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്രൈഡൽ ഹെന്ന ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നോക്കി വരയ്ക്കാനും നന്നായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 A4 ഷീറ്റ് ഇതേപോലെ കണക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഹാൻഡ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിനൊക്കെ ഹെന്ന വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട കമൻസും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്രൈഡൽ ഹെന്ന ഡിസൈൻ്റെ സ്ട്രക്ചർ എന്ന്. ഇതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ കൈയിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ബ്രൈഡൽ ഹെന്ന ബോർഡർ നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു ബോർഡർ വരച്ചു കൊടുക്കുക ആദ്യം തന്നെ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ ഡിസൈൻസും ഓരോ ഗ്രിഡ്സും അതുപോലെ ബോർഡേഴ്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ ലൈൻ വരക്കാതെ ഫ്ലോറൽ ബോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രൈഡൽ ബോർഡർ കൊടുക്കുക. ഇവിടെ നിന്ന് താഴോട്ട് അങ്ങനെ ബ്രൈഡൽ ബോർഡർ കൊടുക്കുക. അവിടെ നമുക്ക് ഫ്ലോറൽ കൊടുക്കാം, പലതരത്തിലുള്ള ഫ്ലോറൽസ് കൊടുത്തിട്ടുള്ള ബോർഡേഴ്സ് നിങ്ങൾക്ക് അവിടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൈഡൽ ബോർഡറിൽ നിന്നാണ്. ഈ ഒരു ബ്രൈഡൽ ബോർഡർ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇത്രയും പോർഷൻ വീണ്ടും നമ്മളൊരു ലൈൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ലൈൻ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഡിസൈൻ വരച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കൈൻ്റെ 2 സൈഡിലും ഒന്ന് ലാബൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രൈഡൽ ബോർഡർ കൊടുത്തു. ഇനി അടുത്ത ഒരു ഗ്രിഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഗ്രിഡ്സ് പഠിച്ചു അല്ലേ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രിഡ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ഒരു ഗ്രിഡ് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കാം. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഗ്രിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് അവിടെ നെഗറ്റീവ് ഫില്ലിങ് കൊടുക്കുക. ഓക്കെ, ഈ നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത കുറച്ച് പോർഷൻ എടുക്കുക. ഇതേപോലെ നമ്മൾ കുറച്ച് പോർഷൻ എടുക്കുക. ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷേപ്സ് ഒക്കെ കൊടുക്കുക കേട്ടോ. ഏതൊരു ഗ്രിഡ് കൊടുക്കുമ്പോഴും അവിടെ പലതരത്തിലുള്ള ഷേപ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഫ്ലോറൽ ഗ്രിഡ് കൊടുക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ഫില്ലിങ്ങും കൊടുത്തു, ഫ്ലോറൽ ഗ്രിഡ് കൊടുത്തു. ഇനി അടുത്ത കുറച്ച് പോർഷൻ ഇതേപോലെ എടുക്കുക. ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏതെങ്കിലും വേറൊരു ഗ്രിഡ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ആ ഒരു ഗ്രിഡ് കൊടുക്കുക. സ്റ്റാൻഡിങ് ലൈൻസിൽ നമ്മൾ ഒരുപാട് ഗ്രിഡ്സ് പഠിച്ചിരുന്നു. നമ്മൾ ഈ ഒരു കോഴ്സിൽ വളരെ ചുരുക്കം സ്റ്റാൻഡിങ് ഗ്രിഡ്സ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് ഗ്രിഡ്സ് ഉണ്ട്, നമ്മൾ സ്വയം
അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പുതിയ പുതിയ ഗ്രിഡ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഒരു ഗ്രിഡ് കൊടുക്കുക. ഇനിയും കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്ത് ചെയ്യുക, നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രിഡ് പഠിച്ചായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ലീഫോ അല്ലെങ്കിൽ സെൻറ്ററിൽ ഫ്ലോറൽ കൊടുത്തിട്ട് രണ്ട് സൈഡിലും സ്റ്റാൻഡിങ് ലൈൻ ഉള്ളതോ അങ്ങനെ ഏതെങ്കിലും മിക്സ്ഡ് ആയിട്ട് വരുന്ന ഗ്രിഡ് നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വൈൻസ് കൊടുക്കാം, ലീവ്സ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിങ് ലൈൻസ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഫ്ലോറൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള പഠിച്ചായിരുന്നു. അപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രിഡ് ഈ ഒരു പോർഷനിൽ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സ്റ്റാൻഡിങ് ലൈൻസ് വരയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു മിക്സഡ് ഗ്രിഡ് കൊടുത്തിട്ട് സ്റ്റാൻഡിങ് ലൈൻസിന് ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നെഗറ്റീവ് ഫില്ലിങ്ങിനെ മുകളിലോട്ട് കൊടുത്തിട്ട് ഈ ഒരു പോർഷന് അവിടെ കൊണ്ടുപോയി വരച്ചു കൊടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്താം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഡിസൈനിനെയും ഇങ്ങനെ ഹംസ്, അതുപോലെ ഫ്രിൽസ്, പിന്നെ വേണമെങ്കിൽ വൈൻസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിനിടയിലെല്ലാം നമുക്ക് ഓരോ സെക്ഷനാക്കിയിട്ട് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ലൈൻ വരച്ച പോർഷൻസിലെല്ലാം നിങ്ങൾക്ക് ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് വരച്ചാലാണ് നമ്മുടെ ഓരോ ഡിസൈനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ എക്സ്ട്രാ വരുന്ന ഇതുപോലെ കുഞ്ഞു പോർഷൻസൊക്കെ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനുള്ളിലെല്ലാം നമുക്ക് ഹംസ് കൊടുക്കാം, ഫ്രിൽസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലൈനിലുള്ള ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രിഡ് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിസൈൻ വരച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരേ ഇതിൽ കൊടുക്കാതെ ബ്രൈഡൽ ഡിസൈൻ ആകുമ്പോൾ നമ്മളിങ്ങനെ സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ ചേഞ്ചസ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഈ രീതിക്ക് നമ്മൾ സെഗ്മെൻറ്റ്സ് ആക്കി കൊടുക്കുക. ഈ സെഗ്മെൻറ്റ്സിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് ആയിട്ട് പലതരത്തിലുള്ള ഗ്രിഡ്സ് കൊടുക്കുക. ഒന്നിൽ ഫ്ലോറൽ ആണെങ്കിൽ ഒന്നിൽ സ്റ്റാൻഡിങ് ലൈൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രിഡ്സ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്ലോറൽ ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്ത വീണ്ടും ഫ്ലോറൽ കൊടുക്കുക. അങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യുമ്പോൾ അധികം ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻസിൽ കൊടുക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് കൊടുക്കുക, അതിനപ്പുറത്ത് നമ്മൾ ഫ്ലോറൽ കൊടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ഒരു ഗ്രിഡ് കൊടുക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഈ ഫ്ലോറൽ ഗ്രിഡാണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് കൊടുക്കാം. അതുപോലെ ബ്രൈഡും ഗ്രൂമിൻ്റെയും പിക്ചർ വരച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേപോലെ പേര് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഇനി അതിൻ്റെ ചുറ്റും നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ വരക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതാ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ഈ ഒരു പോർഷനാണ് ഈ കാണിക്കുന്നത്, അല്ലാതെ നമ്മൾ സ്ക്വയർ വരച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം ഈ ഒരു പോർഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ സർക്കിളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് വരക്കാം. എന്തെങ്കിലും ഒരു ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതാ ബാക്കിയുള്ള ഈ ഒരു പോർഷൻസിലെല്ലാം ഫ്ലോറൽ ഗ്രിഡ്സ് കൊടുക്കാം. ഇതുപോലെയുള്ള ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒരു ഫ്ലോറൽ ഗ്രിഡ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ് മാത്രം ഇങ്ങനെ ജസ്റ്റ് എഴുതി കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോറലോ എന്തെങ്കിലും ഒരു ഗ്രിഡ് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതിന് ചുറ്റും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഷേപ്പ് നോക്കിയായിരുന്നു. ഇനി നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കൈയിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ലൈൻ വരച്ചിട്ട് വേണം നമുക്ക് ഡിസൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രിഡെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ കുറച്ച് ഷേപ്സ് ഞാൻ കാണിച്ചത്. ഇപ്പം നമ്മൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഈ രീതിയിൽ ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ കുറച്ച് എക്സാമ്പിൾ റഫായിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫ്ലോറൽ ഗ്രിഡോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫില്ലിങ്ങോ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള ഏതെങ്കിലും ഒരു ഗ്രിഡ് അതിനുള്ളിൽ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്കിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഷേപ്സും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അവിടെ ഞാൻ റഫായിട്ട് കുറച്ച് ഷേപ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്.
അപ്പോൾ ഇതേ രീതിക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് കൊടുത്തിട്ട് അതിനുള്ളിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തായാലും ക്ഷമിക്കുക. ഓക്കെ, ഞാൻ ബിഗിനറിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ടെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഡിലേ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിന് എഫക്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം എന്തായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്രൈഡൽ ഹെന്ന സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇനി ജസ്റ്റ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള ആ ഒരു ഹെവി ബ്രൈഡൽ ഹെന്ന ഡിസൈൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. പിന്നെ ഇതാ ഈ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹംസ്, ഫ്രിൽസ്, വൈൻസ്, ലീവ്സ്, ഇതെല്ലാം നമുക്ക് ഓരോ ഗ്രിഡ്സിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതും നമ്മൾ ഈ ഒരു സ്ട്രക്ചറും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ ബോർഡർ കൊടുത്തു, പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രിഡ് കൊടുത്തു, പിന്നെ നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തു. അതിനിടയിലെല്ലാം നമ്മൾ കൊടുത്തത് കണ്ടില്ലേ, ഹംസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലീഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു ഡിസൈന് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ബോർഡർ, ഹംസ്, ഫ്രിൽസ്, പിന്നെ ഇതാ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രിഡ്. അതിപ്പോൾ ഞാൻ അവിടെ കൊടുത്തത് ഈ ഒരു പോർഷനിൽ കൊടുത്തേക്കാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചേഞ്ചസ് കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ജസ്റ്റ് സ്പൈറൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രിഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സിമ്പിളായിട്ട് വേറൊരു ഡിസൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഹംസ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തു. വീണ്ടും സിമ്പിളായിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഇൻവേഴ്സ് ഹംസ് കൊടുത്തിട്ട് വീണ്ടും ഹംസ് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസിലുള്ള വേറൊരു ഗ്രിഡ് നമ്മൾ അതിനപ്പുറത്ത് കൊടുത്തു. കണ്ടോ? അപ്പോൾ നിങ്ങളിത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ വരക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പോർഷൻസും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഒരു 20 ടൈംസെങ്കിലും ഒരു ഡിസൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാം റഫായിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങളെന്തായാലും നല്ല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ബ്രൈഡൽ ഹെന്ന ഡിസൈൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതൊരു ഡിസൈൻ വരയ്ക്കാനും കഴിയുന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ്. അപ്പോൾ ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഞാനൊരു ബ്രൈഡൽ ഹെന്ന ഡിസൈൻ കൂടെ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.